കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സെഖര്യാവ് എഴുതിയ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം. അവൻ എന്നോട് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാണിത്. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. സെരുബ്ബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായിത്തീരും. അതിന് കൃപ എന്നാർപ്പോടുകൂടെ അവനാണിക്കല്ല് കയറ്റും. വളരെ അതിശയകരമായ, വളരെ റെലവൻ്റായ ഈ അന്ത്യകാലത്ത് ഓരോ വിശ്വാസിക്കും ഉത്തേജനം നൽകുന്നൊരു വാക്യമാണിത്. കാരണം ദൈവം നമ്മളെ അറിയുന്നു. നമുക്കെന്ത് ശക്തിയുണ്ട്, എന്ത് സൈന്യബലമുണ്ടെന്ന് അവൻ അറിയുന്നു. അതുകൊണ്ട് അവൻ പറയും, സൈന്യത്താലല്ല, ശക്തിയാലുമല്ല. കാരണം ഇത് രണ്ടും ഇല്ല. ഒരാലയം പണിയണം, അതിനുള്ള റിസോഴ്സസ് ഇല്ല, അതിനുള്ള ഉന്മേഷമില്ല, സാഹചര്യമില്ല, പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല, പ്രതികൂലങ്ങൾ, മുമ്പിൽ വലിയ ഇരുട്ട്, മല പോലുള്ള പ്രശ്നങ്ങൾ. പക്ഷെ സർവ്വഭൂമിയിൽ ഊടാടിച്ചെല്ലുന്ന കർത്താവിൻ്റെ 7 കണ്ണ് സെരുബ്ബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. അതിശയമല്ലേ? എല്ലാം കാണുന്ന കർത്താവ് വിവിധ രാജ്യങ്ങളിൽ ശക്തിമാന്മാരെയും ബലവാന്മാരെയും സൈന്യത്തെയും കാണുന്നവൻ അതൊന്നും കാണാൻ താല്പര്യപ്പെടുന്നില്ല. നുറുങ്ങിയ ഹൃദയം അവൻ നിരസിക്കുകയില്ല. തകർന്ന മനസ്സിനെ അവൻ അറിയുന്നു. നിന്റെ അകത്തുള്ള കൊച്ചാത്മഭാരം, ലോകത്തെവിടെയെങ്കിലും ഒരു വിശ്വാസിക്ക് ദുഃഖം നേരിട്ടാൽ നിന്റെ കണ്ണിൽ കണ്ണുനീർ പൊടിയുന്നത് അവൻ കാണുന്നു. സഭകൾ പരസ്പരം പോരടിക്കുമ്പോൾ, ഒരുവൻ ഒടുങ്ങിപ്പോകുമ്പോൾ, എല്ലാവരും പരിഹസിച്ച് ചിരിക്കുമ്പോൾ, ഗൂഢമായ ഉള്ളിൽ സന്തോഷിക്കുമ്പോൾ, നിന്റെ അകത്തൊരു നീറ്റല് സ്വർഗമറിയുന്നു. ആ കൊച്ചു തൂക്കുകട്ട കണ്ടിട്ട് സ്വർഗം സന്തോഷിക്കുന്നു. സെരുബ്ബാബേലേ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ മുദ്രമോതിരമാക്കും എന്നാണ് ഹഗ്ഗായുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പ്. അന്ത്യകാലത്ത് നോക്കിയ രാഷ്ട്രങ്ങൾ അവരുടെ ശക്തി പോരാഞ്ഞിട്ട് ശക്തിയുള്ളവരെ കൂട്ടുപിടിക്കുകയാണ്, അവരുടെ എതിരാളികളെ നേരിടാൻ വേണ്ടി. സൈന്യ ബഹുത്വത്താൽ അവർ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ കർത്താവ് അവരെ നോക്കി ചിരിക്കുന്നു. കാര്യം നടക്കുന്നത് ഈ രാഷ്ട്രങ്ങളാലോ സൈന്യത്താലോ അല്ല, സഭയാലാണ്. അന്ത്യകാലത്തിൻ്റെ ഈ സമയത്ത് കുഞ്ഞു കുഞ്ഞു സഭകളെയും കുഞ്ഞു കുഞ്ഞു ദൈവദാസന്മാരെയും കർത്താവ് നോക്കുന്നു. ചെറിയ കാര്യങ്ങളുടെ ദിവസത്തെ, അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു? മനുഷ്യൻ തുച്ഛീകരിക്കും. അയ്യോ, ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അവർക്ക് പുച്ഛം തോന്നും. പക്ഷേ ദൈവം അതാണ് ഉപയോഗിക്കുന്നത്. ഓരോ ദിവസം ആയിരിക്കുന്ന വീട്ടിൽ, ആയിരിക്കുന്ന ജോലി മണ്ഡലത്തിൽ, സമൂഹത്തിൽ അകത്ത് സത്യമുള്ളവനായി ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട്, ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട്, ചെറിയ കാര്യങ്ങളിൽ സ്തോത്രം ചെയ്ത് പാട്ടുപാടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന നിന്നെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു വമ്പന്മാരെ വീഴ്ത്താൻ. ഗോലിയാത്തിനെ ദാവീദ് വീഴ്ത്തിയതുപോലെ ജാതികളുടെ ആലോചന നീ വ്യർത്ഥമാക്കും, വംശങ്ങളുടെ നിരൂപണങ്ങൾ നീ നിഷ്ഫലമാക്കും. എങ്ങനെ? യഹോവയുടെ ആത്മാവിനാൽ തന്നെ. ആദ്യം മുതൽ അവസാനം വരെ കൃപ എന്ന ആർപ്പോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിന്റെ മുമ്പിലുള്ള പർവ്വതങ്ങൾ സമഭൂമിയാകും. ഇന്ന് നീ കാണുന്ന പ്രതികൂലങ്ങൾ നിനക്ക് വെല്ലുവിളിയാകാതെ വണ്ണം ദൈവം തകർത്ത് കളയും. പൗലോസ് ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി ഓടി. പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്തിൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം എൻ്റെ ശരീരത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു, എന്നെ കുത്തുവാൻ സാത്താൻ്റെ ഒരു ദൂതനെ തന്നെ. അത് നീങ്ങിപ്പോകേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ വെളിപ്പെടുന്നു. നമ്മൾ ബലവാന്മാരാകാൻ ആഗ്രഹിക്കുമ്പോൾ ആ ബലം എന്താണ്? ആ ബലം, നിന്നിലുള്ള ബലം മാറിയിട്ട് പൂർണ്ണമായിട്ടും കർത്താവിനെ റിസീവ് ചെയ്യാനുള്ള ഒരു പാത്രമാകുക എന്നുള്ളതാണ്. അതാണ് ബലം.
അതിന് വിരുദ്ധമായി എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് കർത്താവ് ചില കാര്യങ്ങൾ അങ്ങ് അനുവദിക്കുന്നത്. അഹങ്കാരം വരാം, അസൂയ വരാം, സ്വാർത്ഥത വരാം, ദ്രവ്യാഗ്രഹം വരാം, മറ്റ് വിഷയമോഹങ്ങൾ വരാം. പക്ഷെ കർത്താവ് ചിലതങ്ങ് അനുവദിക്കും. എന്തിനാണ്? നിന്നെ കറക്റ്റ് അലൈൻമെൻറ്റിൽ നിർത്താൻ വേണ്ടി, മിനുക്കി അമ്പായിട്ട് തൻ്റെ ഭൂണിയിൽ സൂക്ഷിക്കാൻ വേണ്ടി, നിൻ്റെ വായെ മൂർച്ചയുള്ള വാളാക്കാൻ വേണ്ടി ദൈവം ചിലതങ്ങ് അനുവദിക്കും. കൃപയിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി കർത്താവ് ചിലത് ചെയ്യും. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞാൽ അനുഗ്രഹമാണ്. നിനക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ദൈവസഭയ്ക്ക്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, കൈ തൊടാതെ ഒരു കല്ല്, കൈ തൊടാതെ ഒരു കല്ല്. ലോകത്ത് കാര്യങ്ങളെല്ലാം സംഭവിക്കും. പർവ്വതങ്ങൾ നീങ്ങിപ്പോകും, കുന്നുകൾ മാറിപ്പോകും, രാഷ്ട്രത്തലവന്മാർ ചേഞ്ചാകും, മഹത്വമുള്ളവെന്ന് കരുതുന്ന സാധനങ്ങൾ നിലംപതിക്കും. എവിടുന്ന് വന്നു? ഏതോ ഒരു കല്ലുകൊണ്ട്, ആരുടെ കൈയാണെന്ന് അറിയത്തില്ല, കൈ തൊടാത്തൊരു കല്ല്. മുഴുമഹത്വവും സ്വർഗത്തിന് കൊടുക്കാമെങ്കിൽ, മുഴുമഹത്വവും നമുക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവിന് കൊടുക്കാമെങ്കിൽ, അവൻ നിന്നെ ഒരു മുദ്രമോതിരമാക്കും. അവൻ നിന്നെ തിരഞ്ഞെടുക്കും. നിൻ്റെ കൈ ആലയത്തിന് അടിസ്ഥാനമിട്ടു, നിൻ്റെ കൈ തന്നെ അത് പൂർത്തീകരിക്കും. ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു. നമ്മൾ കുറേ നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചു, പക്ഷെ വമ്പന്മാർ വന്നു, വീരന്മാർ വന്നു, നമ്മൾ പുറത്തായി. ജോസഫിനെ പോലെ ജയിലിലായി, 6 വർഷം ജയിലിൽ കിടന്ന് കരയുകയാണ്. പക്ഷെ സ്വർഗം മറന്നില്ല. പോത്തിഫർ മറന്നു, പാനപാത്രവാഹകൻ മറന്നു, അവനെ വിറ്റുകളഞ്ഞ സഹോദരന്മാരും മറന്നു. പക്ഷെ ദൈവം മറന്നില്ല. ദൈവം നിങ്ങളെ മറക്കുന്നില്ല. അവൻ തൻ്റെ കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കുന്നില്ല. നിങ്ങൾ ദൈവത്തിന് വിലയേറിയവരാണ്. അത് നിങ്ങളുടെ ഹൃദയത്തിലെ ആ വെളിച്ചത്തിനാലാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്ന സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ, മഹത്വപ്പെടുത്തട്ടെ. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിച്ചു തരട്ടെ. ആമേൻ.